ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ മൺഡേ ആയിട്ടുണ്ട്. ഞാൻ എന്താ അപ്പിക്കല്ല കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഫി ഓഫീസിൽ പോകാനുള്ള മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ട അഫിയുടെ മേക്കപ്പ് ടൂൾസ് ഫെയർ ആൻഡ് ഹാൻഡ്സം. എവിടെ മേക്കപ്പ് ഇട്ട പോകാൻ കണ്ടിട്ട് മടി വരുന്നുണ്ട് അഫി പോവാൻ. പുതിയ ഷൂ ഒക്കെ എടുത്ത് അകത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടാ. എന്നാ കിടന്ന് ഉറങ്ങിക്കോ, പോണ്ട, ലീവ് എടുക്കാം അഫിന്ന്. പാവണ്ട് കേട്ടാ. ഇവ ഇവിടെ നല്ല ഉറക്കാണ്. ഇവ ഒന്നും അറിയാണ്ട് ഉറങ്ങാണ്. അപ്പോൾ ദാഫി പോയി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഉറക്കമില്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ. ഞാൻ ആ ഒരു നേരത്തെ ഇരുന്ന് പഠിക്കലും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് തീരെ പറ്റണില്ല കേട്ടോ. അതായത് കഴിഞ്ഞ രണ്ട് ദിവസമല്ല, കഴിഞ്ഞ ദിവസത്തെ ഉറക്കം തീരെ ശരിയാവാത്തതുകൊണ്ട് തന്നെ അങ്ങനെ എന്താ പറയുക, ആകെ ഒരു ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഉറങ്ങി എണീറ്റ് ഇപ്പോൾ കുറച്ചൊരു എനർജി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ഞങ്ങൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എന്നിട്ടാണ് ഞാനിപ്പോൾ ക്യാമറ ഓൺ ചെയ്തത്. എനിക്കിങ്ങനെ രാവിലെ എണീറ്റ് പാടെ, അതായത് നമ്മൾ കണ്ണ് തുറന്ന പാടെ വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പറ്റൂല അങ്ങനെ. ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ, എല്ലാവർക്കും രാവിലെ തന്നെ ഉറക്കത്തിന് എണീറ്റ് പാടെ തന്നെ ക്യാമറയൊക്കെ എടുക്കണം. പക്ഷെ എനിക്ക് അത് പറ്റൂല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ പറയുക, റിലേ ഉണ്ടാവില്ല കേട്ടോ. ഞാനിങ്ങനെ ആകെ കിളി പോയ പോലെ ആയിരിക്കും കുറച്ച് നേരം നടക്കണേ. അപ്പോൾ ഞാൻ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ മൊത്തത്തിൽ അലമ്പായി പോവും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രഷായി മീൻസ് ഫുഡൊക്കെ കഴിച്ചു. ഇവ കുളിപ്പിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അതാ ഇവിടെ റൂം ഫുള്ള് അലമ്പാക്കിയിട്ടിട്ടുണ്ട്. ഫുള്ള് മെസ്സിയാണ് കേട്ടോ. റൂമിലാണെങ്കിൽ ഈ ടേബിളിൻ്റെ പുറത്താണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇവയുടെ ടോയ്സും താഴെയൊക്കെ ഇവ പായൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ അലമ്പാണ് റൂം. അപ്പോൾ ഇനി ഈ റൂം ഒന്ന് ക്ലീൻ ആക്കണം. ഇവ അവിടെ കിടന്ന് എൻ്റെ ലാപ്ടോപ്പ് എടുത്തിട്ട് ഇരുന്ന് കാർട്ടൂൺ കാണാം കേട്ടോ. അപ്പോൾ ബെഡാണെങ്കിലും മൊത്തത്തിൽ അലമ്പാണ്. അപ്പോൾ റൂമൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്യണം. പിന്നെ ഇവയുടെ തലയൊക്കെ ഒന്ന് ചീവി കൊടുക്കണം കേട്ടോ. ഇവ 2 ദിവസമായിട്ട് തലയൊക്കെ മാന്തുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സേബ യാത്ര? നിന്നെ ഒന്ന് കാണട്ടെ മര്യാദയ്ക്ക്. പകുതിയേ കാണുന്നുള്ളൂ. നിന്നെ പകുതിയേ കാണുന്നുള്ളൂ, നിന്നെ മൊത്തത്തിൽ കാണട്ടെ. സേവ അങ്ങനെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ അവള് സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ഈ ഒരു കഴിഞ്ഞ ഒരു വീക്കായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. ഭയങ്കര പ്രശ്നങ്ങൾ മീൻസ് അവള് ഭയങ്കര കഷ്ടപ്പെട്ടാണ് നാട്ടിലെത്തിയത്. അതായത് ട്രെയിനിലൊക്കെ കയറാനും ട്രെയിൻ കിട്ടാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേടിച്ച് മര്യാദയ്ക്ക് ഫുഡ് പോലും കഴിക്കാണ്ടൊക്കെ ആയിരുന്നു കേട്ടോ അവരവിടെ ജീവിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ നാട്ടിലെത്തി. ഭയങ്കര സമാധാനം കേട്ടോ, ഭയങ്കര സമാധാനമായിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇനി ഒരുപാട് കുട്ടികൾ അവിടെ ഉണ്ട് കേട്ടോ. നാട്ടിൽ വരാൻ പറ്റാണ്ട് ഇനിയും ഉണ്ട് ആളുകൾ. അപ്പോൾ എല്ലാവർക്കും വേഗം നാട്ടിലെത്താൻ പറ്റട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാം കേട്ടോ. അയ്യോ ഇതൊരു കുഞ്ഞാവയാണല്ലോ. ഈ കുഞ്ഞാവ എവിടെ നിന്ന് വന്ന്? വാ കുഞ്ഞാവേ. കുഞ്ഞാവയുടെ പേരെന്താ? കുഞ്ഞാവ അധികം കളിക്കാണ്ട് ഇങ്ങോട്ട് എണീറ്റ് വാ. ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിക്കേ. ഫുൾ അലമ്പാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവ ഒറ്റ ഒരാളാണ് കേട്ടോ ഇതിൻ്റെ പിന്നിൽ. നോക്കൂ ഇവിടെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ നിരത്തിയിട്ടിട്ട് ടേബിളിൻ്റെ മേലെ. ഇവിടെ കുറച്ച് അഫി ഉണ്ട് കേട്ടോ. ഇത് അഫിയുടെ സാധനങ്ങളാണ്. അഫിയുടെ രാവിലത്തെ മേക്കപ്പ് ടൂൾസൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇവ ഫുഡ് കഴിച്ച പാത്രങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. ഫുൾ മെസ്സിയാണ് റൂം. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഒന്ന് റൂം ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ഇവ വന്നേ, ഹെൽപ്പ് ചെയ്യും അമ്മച്ചീനെ. ഇവ ഈ കട്ടിൻ്റെ പുറത്ത് ഇരുന്ന് അലമ്പാക്കണതിന് വേണ്ടിയിട്ടാണോ താഴെ പായിട്ട് കൊടുത്തേക്കണേ. അപ്പോൾ അവിടെ ഇരുന്ന് കളിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചേട്ടോ. പക്ഷെ അവളിപ്പം മൊത്തത്തിൽ അലമ്പാക്കില്ലാട്ടോ പണി. അപ്പോൾ ഇവാണോ ഇവിടെയൊക്കെ ക്ലീൻ ആക്കുന്ന ആള്? ഇവ ഭയങ്കര ഹെൽപ്പിങ്ങിലാണ് കേട്ടോ. മതി ഇനി ഞാൻ ചെയ്തോളാം. എന്താ വേണ്ട ഇതാ ഞാൻ വേഗം ക്ലീൻ ആക്കട്ടെ. ഇവളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ നിന്നാ മനുഷ്യൻ്റെ ഇരട്ടി പണിയാക്കുവേ. അവിടെ അലമ്പാക്കല്ലേ. ഇവ ക്ഷീണിച്ച് ഇല്ലേ? മതി, ബാക്കി ഞാൻ ക്ലീൻ ചെയ്തോളാം. ഇതാടോ ഇവാക്ക് ഇവിടെ ഗ്ലാസ് ഉടയ്ക്കാനുള്ള പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം ഇവ അവിടെയൊക്കെ ഞാൻ തൂത്തോളാം. വേണ്ട ഇവ അവിടെയൊക്കെ ക്ലീൻ ആക്ക്. മമ്മച്ചി താഴെയൊക്കെ വൃത്തിയാക്കാം. എവിടെ പോണ്? ജനൽ ഉടക്കണ്ട. ഇറങ്ങ് താഴെ ഇറങ്ങ്. ഇവ
ഈ ആളെ കൊണ്ട് എന്തായാലും ചെയ്യിപ്പിച്ച ഇരട്ടി പണിയാണ്. ജനലിപ്പോ തുടക്കണ്ട മോളെ, ഇങ്ങോട്ട് വാ നീ. അയ്യോ അവിടെ തുടക്കണ്ട. എന്റെ ചെടിയൊക്കെ താഴെ വീഴും. വാ, അവിടെ ഞാൻ തുടച്ചായിരുന്നു. ഓ പാവം എന്റെ കൊച്ചു പണിയെടുത്ത് ക്ഷീണിക്കാണേ. അയ്യോടാ ഇവ പണിയെടുത്ത് ക്ഷീണിച്ച് വെള്ളം കുടിക്കാണേ. ക്ഷീണിച്ചു പോയോടോ? ഷോ അയ്യോ ഇങ്ങനെ തന്നേക്ക്. പാവം കൈ വേദന എടുക്കുന്നുണ്ട് കേട്ടോ. അത് പിടിച്ചിട്ട് ചോറ് തിന്നാണ്ടിരുന്നു. അപ്പൊ ഞാൻ ചോറ് തിന്നോക്കി. അപ്പൊ ഒരു ടേസ്റ്റ് പിന്നെ ഒന്നും പറ്റിയിട്ടില്ല. 2 ദിവസമായിട്ട് ഇവ ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ. ചോറ് ബേയാന്ന് പറഞ്ഞ് തിന്നാണ്ടിരുന്ന ആളാണ്. അവിടെ തൂക്കം. അപ്പോൾ ഇപ്പൊ ചോറ് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടെന്നാട്ടോ പറയണേ. അങ്ങനെ ആ റൂമൊക്കെ ഒരുവിധം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലായിടവും തുടച്ച് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ബെഡൊക്കെ വിരിച്ചിട്ടുണ്ട്. ഈ വനങ്ങാണ്ട് സൈഡിൽ ഇരിപ്പുണ്ട്. ടേബിളൊക്കെ നല്ല ഭംഗിക്ക് എല്ലാം നീറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അടിഞ്ഞു ഒതുങ്ങി കിടക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാട്ടോ, ഒരു സമാധാനമാട്ടോ കാണുമ്പോൾ. പക്ഷെ ഈ ഒരു സന്തോഷം അധികം നേരം ആസ്വദിക്കാനായിട്ട് ഇവ സമ്മതിക്കാറില്ല കേട്ടോ. ഇവ ഇപ്പം തന്നെ നിലത്തോട്ടെ ഇതൊക്കെ ഇങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ കിടക്കുള്ളൂ. അതേപോലെ പിന്നെ ഇവ തുടങ്ങും. ഇവയുടെ ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതെടുത്ത് അങ്ങോട്ട് ഫുള്ള് ടോയ്സ് നിരത്തിലാണ് മെയിൻ പണി. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെ മൊത്തം അലമ്പായിരിക്കും. ടോയ്സ് കട്ടിലും എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ടോയ്സ് ആയിരിക്കും കേട്ടോ. ഈ ഒരു പ്രായമുള്ള കുട്ടികളുള്ള വീട്ടിലല്ല ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. എന്നാലും ഞാൻ പിന്നെ കൂടുതൽ ഇവായെ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യിക്കോട്ടെ. ഇവായെ കൊണ്ട് ഇവ അത് ചെയ്തെന്ന് ഇവയുടെ സാധനങ്ങളൊക്കെ ഇവായെ കൊണ്ട് തന്നെ അധികവും ഞാൻ ചെയ്യിക്കാറുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ചില ടൈമിൽ ഇയാൾ ഹെൽപ്പ് ചെയ്യില്ല കേട്ടോ. ഇയാൾക്ക് തോന്നുന്ന ടൈമിലേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലാത്തപ്പോൾ പിന്നെ ഭയങ്കര ഷോ ആണ്. എന്താ എന്തൊക്കെയാണ് ഈ ചെയ്യുന്ന ഇവ ഹെൽപ്പ് ചെയ്ത് ഇവാൾക്ക് മതിയായിട്ടില്ല. എവിടെയല്ലേ വേനങ്ങാണ്ടിരുന്നേ? മതിയായിട്ടില്ല. അവിടെ ഇരുന്നോ? ഓ ബെഡ്ഷീറ്റ് ഒന്നും ചുളുക്കല്ലേ? ഈ ഒരു ഷീറ്റ് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് അഫി വൈകുന്നേരം വന്നിട്ട് അവിടെ ബാൽക്കണിയിൽ ഇടാന്ന് കേട്ടോ അഫി പറഞ്ഞേക്കണേ. നമ്മുടെ ബാൽക്കണി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ല നീളമുള്ള ബാൽക്കണി ആട്ടോ. ഇവിടെ നമുക്ക് അറ്റം വരെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ ഒരു വില്ല കുറച്ച് പഴയ വില്ല ആട്ടോ. അതുകൊണ്ട് തന്നെ ഫുള്ള് പൊടിയും, പിന്നെ ഇവിടെ നല്ല പൊടിയാണ് കേട്ടോ. ഇവിടെയൊക്കെ എത്ര ക്ലീൻ ആക്കിയാലും വേഗം പൊടി വരും. പിന്നെ ഈ ഒരു ഫ്ലോർ ആണെങ്കിലും അലമ്പാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഞങ്ങൾ കിച്ചണിൽ ഇട്ടതിൻ്റെ ബാക്കി ഉണ്ടായത് അങ്ങനെ ഇട്ട കേട്ടോ. അപ്പോൾ അഫി പറഞ്ഞാൽ നമുക്ക് അങ്ങറ്റം വരെ ഈ ഒരു ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഏരിയ കുറച്ച് ക്ലീൻ ആയിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ചേ. ഈ ഒരു ബാൽക്കണി ഇങ്ങനെയുള്ള നമുക്ക് ഭയങ്കര ആശ്വാസമാട്ടോ. അത് ആ ഒരു സൈഡിൽ ഇങ്ങനെ ബോക്സസിലാട്ടോ നമ്മൾ ബാഗുകളൊക്കെ വെച്ചേക്കുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗുകളും അഫിയുടെ കയ്യിലുണ്ടായിരുന്ന ബാഗുകളൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ ബോക്സിൽ കെട്ടി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൂമിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ നിരത്തണം. എനിക്ക് ഈ പൊതുവെ അലമാരയുടെ മേലെയൊക്കെ ബാഗുകൾ തള്ളിക്കയറ്റി വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അത്രയും ഒരു സ്പേസ് ലാഭിക്കാൻ പറ്റിയിട്ടോ. അല്ലെങ്കിൽ പിന്നെ റൂം ഫുള്ള് കൺജസ്റ്റഡ് ആവും. വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു ബാൽക്കണി. നമ്മളിവിടെ ഇങ്ങനെ കുറച്ച് ചെടിയൊക്കെ പടർത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു സംഭവത്തിലൊക്കെ. പക്ഷെ ഒന്നും വളരുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. മണി പ്ലാന്റ് ഒക്കെ ഇങ്ങനെ വള്ളി ഇങ്ങനെ ഇതിൽ കൂടെ പടർത്തിയാൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പക്ഷേ കുഞ്ഞായിട്ടേ വളരുന്നുള്ളൂ. അവിടെ സ്പ്രേ ചെയ്യണ്ട. പോയി അവിടെ നിന്ന് അടുത്ത പണി ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട് ആള്. ഇവ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എത്ര നേരം വെള്ളം ഒഴിക്കുമെന്ന് അള്ളാഹ്ക്ക് തന്നെ അറിയാം. ഇത് ഞാൻ പാവയ്ക്ക കുരു ഇട്ടിട്ട് കിളുത്ത കേട്ടോ. കുറച്ചുണ്ടായിരുന്നു, പക്ഷെ ആകെ ഒരെണ്ണം മാത്രമേ അതിലുള്ളൂ. അതും കുറേ ദിവസമായി കിളിക്കണില്ലായേ. ഇതെൻ്റെ തുളസിയാണ് കേട്ടോ. തുളസി കുഞ്ഞു ഇലയൊക്കെ വന്നിട്ടുണ്ട്. കിളുക്കുമെന്ന് അള്ളാഹ്ക്കറിയാം. ഇതിൽ ഞാൻ കുറച്ച് കാന്താരി മുളക് നട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ അറിവൊന്നുമില്ല. ആരും പുറത്തോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. മിക്കവാറും കിളിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ 10-12 ദിവസമായി. ഇവിടെ ഞാനൊരു ഒണിയൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ ഇലയൊക്കെ വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ മുള പൊട്ടിയിട്ടുള്ള ഒരു ഒണിയനായിരുന്നു കേട്ടോ. ഞാൻ അതെടുത്ത് ഇങ്ങനെ മണ്ണിലേക്ക് വെച്ചിട്ടുണ്ട്. വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതാ നോക്കിയേ. നമുക്ക് സ്പ്രിംഗ് ഒണിയൻ എടുക്കാം കേട്ടോ ഇതിൽ നിന്ന്. എനിക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചെടി നട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കും കേട്ടോ. അതിന് വേര് വന്നിട്ടുണ്ടോ അവൻ്റെ അഫി എന്നെ എപ്പോഴും വഴക്ക് പറയില്ല കേട്ടോ. ചെടി നടാൻ അറിയൂല, ആരെങ്കിലും ചെടി പൊക്കി നോക്കുമോ എന്നും പറഞ്ഞ് എന്നെ ചീത്ത പറച്ചില്ല കേട്ടോ. പക്ഷേ എനിക്കൊരു സമാധാനം കിട്ടില്ല. എനിക്കതിന് വേര് വന്നോന്ന് കാണണം കേട്ടോ. എനിക്ക് ഭയങ്കര തീരെ ക്ഷമയില്ല. എനിക്ക് ചെടി വളർത്താനൊന്നും പറ്റിയ ആളല്ല കേട്ടോ ഞാൻ. എനിക്കിങ്ങനെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അപ്പോൾ മേളിലൊന്നും റിസൾട്ട് കണ്ടില്ലെങ്കിൽ ഞാൻ അടിയിൽ പൊക്കി നോക്കും, വേരുണ്ടോ എന്ന്. അങ്ങനെയാന്ന് തോന്നുന്നു ഞാൻ ഈ ചെടികളൊക്കെ നശിപ്പിക്കുന്നത്. ഇതിൽ എന്തോ ഒരു സിങ്കോണി ആയിരുന്നേ. അപ്പോൾ അത് ആകെ കരിഞ്ഞു പോയി.
പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയുക, നമ്മുടെ പയറിനൊക്കെ മുള വരൂലേ, അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും എനിക്കിങ്ങനെ ഭയങ്കര ടെംപ്ടേഷൻ ആട്ടോ, പൊക്കി നോക്കണം ഇതെന്താണ് അതിൻ്റെ തന്നെ ആണോ എന്ന്. കാരണം ഇതിൻ്റെ തണ്ട് ഇവിടെ ഉണ്ട്, ഇത് തണ്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് വന്നതാണ്. ഞാൻ വേറെ ഒന്നും നട്ടിട്ടൊന്നും ഇല്ല, അപ്പോൾ സിങ്കോണിയം തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ പൊക്കി നോക്കാൻ തോന്നുന്നു. ഉമ്മച്ചി പറഞ്ഞു ഒരാഴ്ച നീ അതിനൊന്നും മറന്നേക്ക്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ നോക്കാമെന്ന് പറഞ്ഞ് ഞാനവിടെ വെച്ചേക്കാണേ. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയാലേ വീഡിയോസൊക്കെ വേഗം വരുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം ഞാൻ എഡിറ്റൊക്കെ ചെയ്യട്ടെ. ഇനി ഇവാക്ക് ഫുഡ് കൊടുക്കണം. ഇവാക്ക് പിന്നെ ഇപ്പം ഞാൻ 2 ദിവസമല്ല കുറച്ച് ദിവസമായിട്ട് ഞാനിപ്പോൾ ഫുഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചോറ് മതിയാ? ഓ ഇപ്പം ചോറി പിടിച്ചേക്കാണേ. ഇതുവരെ കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചോറി പിടിച്ചേക്കാണ്. അപ്പം ഞാൻ ചോറ് തനിയെ വെച്ച് കൊടുത്തിട്ട് പോകട്ടോ. ഞാൻ ആദ്യമൊക്കെ വാരി കൊടുക്കായിരുന്നു, പക്ഷെ തീരെ കഴിക്കണില്ല. എൻ്റെ നേരം മുഴുവൻ പോണോണ്ട് ഞാനിപ്പോൾ ചോറ് വെറുതെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ വാരി കൊടുത്തതിനാൽ കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഫുൾ തുപ്പലാണ്. അപ്പൊ ഇപ്പൊ തനിയെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ എന്നാലും തനിയെ ഇനി കഴിച്ച് പഠിക്കട്ടെ. ഇനി സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായാലും തനിയൊക്കെ ഫുഡ് കഴിക്കണ്ടല്ലേ അല്ലേ? വാ അമ്മാനെ കണ്ടെത്തു നിങ്ങള്? അമ്മാനെ മിസ് ചെയ്യണുണ്ടായി. വാ അമ്മാനെ ഇഷ്ടാണ്. അമ്മാനായിന് ഉണ്ട്, എൻ്റെ എല്ലാരും ഉണ്ട്. പിന്നെ അമ്മാനാന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്, ആലിയ എല്ലാരും ഉണ്ട്. എനിക്ക് പെയിന്റ് അടിച്ചു പോവാ. പെയിന്റ് അടിക്കാൻ പോണില്ല നമ്മള് പെയിന്റ് അടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പോണുണ്ട് കേട്ടോ. പെയിന്റ് ഒന്നും അടിക്കണില്ല. പെയിന്റ് അടിക്കാൻ പിന്നെ ഇവിടെ ഫുൾ അലമ്പാക്കും. അടുത്ത പെയിന്റിങ് ഈ പെയിന്റ് അടിച്ചതിന്റെ ബാക്കിൽ അവള് പിന്നെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. വാ കൊണ്ടവിടെ ഇട്. ഈ സാധനം കളയാനും സംഭവിക്കൂല കേട്ടോ. ഇത് നമ്മളെടുത്ത് മാറ്റി വെച്ചാലും പിന്നെ അവളെ കൊണ്ട് അവിടെ ഹാങ് ചെയ്ത് ഇട്ടോ. ഇവ അങ്ങനെ അത് അവിടെ നിന്ന് പെയിന്റിങ്ങിലാണ്. ഇവ പെയിന്റിങ്ങും ഡ്രോയിങ് ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. എന്താ വരയ്ക്കണേ? ആളിനാണോ? ഇവ അപ്പൊ അവിടെ നിന്ന് പടം വരയ്ക്കട്ടെ. അപ്പൊ ഞാൻ ആ നേരം കൊണ്ട് എഡിറ്റ് ചെയ്യട്ടെ കുറച്ച്. ഇവ എപ്പോഴും ഇങ്ങനത്തെ കുറെ സാധനങ്ങളാട്ടോ വരയ്ക്കണേ. ഇതെന്താ ഇവ? ആളാണ്. ഇതെങ്ങനെ ആളായി? ഇതാണ് കേട്ടോ ഇവയുടെ ആള്. ഇതാളുടെ തലയാണ് കേട്ടോ. തല, കണ്ണ്, ചുണ്ട്, ഇത് ശരീരം, ഇത് കൈയാണ് കേട്ടോ. ഇത് കാല്. ഒരു കാലെവിടെ? ഒരു കാല് കുഞ്ഞിത് ചാടുവാണ്. ആയിഷോടാ. അതെന്താ ഈ സാധനം വൈറ്റത്ത്? ഇതെന്താ? വയറോ? വയറിങ്ങനെ ഭയങ്കര ഡ്രോയിങ് ആണ് കേട്ടോ. അപ്പോൾ അവൾ അവിടെ നിന്ന് വരയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് പോയിട്ട് കുറച്ച് നേരം എഡിറ്റ് ചെയ്യട്ടെ. എഡിറ്റിംഗ് ആണ് എൻ്റെ മെയിൻ പ്രശ്നം കേട്ടോ. വീഡിയോ എടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് നേരം വേണം. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പറ്റുന്നിടത്തോളം എഡിറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഇതാരാന്ന് പറഞ്ഞേ? മമ്മിയാ? ഏത് മമ്മി? അയ്യോ ഞാനാണോ? ആ ശരി താങ്ക് യു. ഞങ്ങളിപ്പോൾ രണ്ടാളും കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുളിച്ചു എന്ന് പറയാൻ പറ്റില്ല, മേല് കഴുകി, തല നനച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ നമ്മൾ ഷാമ്പൂ ഒക്കെ ഇട്ട് തലയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നിനി തല നനയ്ക്കണ്ടെന്ന് വിചാരിച്ചത്. ജസ്റ്റ് മേല് മാത്രം കഴുകിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ഇവാക്ക് ചോറാണ് കേട്ടോ. ഇവ അപ്പോൾ ചോറ് 2 ദിവസമായിട്ട് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോറും മുട്ടയും വറുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പഴം എടുത്തിട്ട്, ഏത്തപ്പഴം ഉണ്ടല്ലോ, പഴം എടുത്തിട്ട് പുഴുങ്ങിയിട്ട് കുറച്ച് നെയ്യും പഞ്ചസാരയും കൂട്ടിയിട്ട് അതാണ് കേട്ടോ കഴിക്കണേ. അപ്പോൾ ഇവാക്ക് എന്തായാലും ചോറ് കൊടുക്കട്ടെ. എന്താ ഇവക്കുട്ടി നല്ല കുട്ടിയായിട്ട് ചോറും മുട്ട വറുത്തതും കൂടെ കഴിക്കാനേ. നല്ല കുട്ടി അവിടെ നിന്ന് ആക്കല്. ഇവ ഭയങ്കര ഉടായ്പാണ് കേട്ടോ. ഇവ കഴിക്കൊന്നുമില്ല. ഫുള്ള് കഴിച്ചില്ല. ഇങ്ങനെ അപ്പി വിളിച്ച് പറഞ്ഞു കൊടുക്കും, വേഗം കഴിച്ചോ. ശരി. ഞാനങ്ങനെ എല്ലാ ദിവസവും ഒന്നും ചോറ് കഴിക്കൂല കേട്ടോ. ചോറ് എനിക്ക് പൊതുവേ വലിയ താല്പര്യമില്ലാത്ത സാധനമാണ്. വീട്ടിൽ വെച്ചിട്ടാണെങ്കിലും ഭയങ്കര മടിയാട്ടോ ചോറ് കഴിക്കാൻ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ചില ദിവസങ്ങളിൽ എനിക്ക് തോന്നുള്ളൂ. ചില ദിവസം ഇവാക്ക് വേണ്ടിയിട്ട് വെക്കുമ്പോൾ കഴിക്കാൻ തോന്നും. അപ്പം ഞാൻ കുറച്ച് അച്ചാറൊക്കെ കൂട്ടി എന്തായാലും മുട്ടയൊക്കെ വറുത്തിട്ട് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കും കേട്ടോ. വലിയ കറിയൊന്നും വെക്കാറില്ല. കാരണം ഇവിടെ ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ കഴിക്കാനായിട്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ കറികളൊന്നും ഉച്ചയ്ക്ക് വെക്കാറില്ല. പിന്നെ അഫിക്ക് വൈകുന്നേരം ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ പിന്നെ കറികൾ ഉണ്ടാക്കിയാലും വെറുതെ വേസ്റ്റ് ആവും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഉച്ചയ്ക്ക് ഞാനിങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കാര്യം ഇങ്ങനെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. ഇവാക്ക് കൊടുക്കും. പിന്നെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കും. അല്ലെങ്കിൽ പിന്നെ ബ്രെഡ് എടുത്തിട്ട് വല്ലോ സാൻഡ്വിച്ച് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിക്കലാട്ടോ പണി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെയും കുറച്ച് എഡിറ്റൊക്കെ ചെയ്ത് ഇതായപ്പോൾ വൈകുന്നേരം ആയിട്ടോ. വൈകുന്നേരം അല്ല, സന്ധ്യയായി. നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ ഇവക്കുട്ടിക്ക് ഇവിടെ
പാല് കാച്ചി കൊടുത്തിട്ടുണ്ട്. എന്താ ഇവ പാലിന് കൂടെ? ചക്ക വറുത്തത്. ചക്ക വറുത്തയാണ് ഇവയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ചക്ക വറുത്തത്. ചക്ക വറുത്തത് പാലും കൂടെ കഴിക്കുകയാണ് ഇവയെ. ഇനിയിപ്പോൾ ഞാൻ രാത്രിത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് സോസേജ് റോസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സോസേജ് റോസ്റ്റിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ, കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനതൊക്കെ വേഗം ചെയ്ത് തീർത്തിട്ട് വരാം കേട്ടോ. എനിക്ക് എഡിറ്റിംഗ് ഉണ്ട്, കാരണം ഇത് വേഗം എഡിറ്റ് ചെയ്താലല്ലേ എനിക്ക് വേഗം ഇടാൻ പറ്റുള്ളൂ വീഡിയോ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഈ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ട് ബാക്കി കൂടെ എഡിറ്റ് ചെയ്യട്ടെ. അങ്ങനെ ചപ്പാത്തിയും കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ടൈം 9:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഫി എത്തിയിട്ടില്ല. അഫി എന്തായാലും ഇച്ചിരി ലേറ്റ് ആവും. ഇന്നലെ തന്നെ മുൻകൂർ ജാമ്യം എടുത്തിട്ടാട്ടോ പോയത്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ആ ടേബിളിൽ കൊണ്ട് വെച്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. ഇനിയിപ്പോൾ അഫി വന്നിട്ടേ ഫുഡ് കഴിക്കുള്ളൂ. ഇവാക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കൊടുക്കണം, ഇവാക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവ തന്നെ കഴിച്ചോളൂ അല്ലേ? ഇവ തനി കഴിക്കൂലേ? അപ്പോൾ ഇവയെ തീറ്റിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ചേരം കൂടെ എഡിറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അഫി വന്നിട്ട് നമുക്കിനി ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇതാരാ? സൂപ്പർമാൻ. സൂപ്പർമാനാ? ഇതാ എവിടെ? സൂപ്പർമാൻ ഇങ്ങനെയാണോ ഇവ പോണത്? പറക്കാൻ പറ്റുന്നില്ല അമ്മച്ചി. പറക്കാൻ പറ്റാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കണേ. ഷോള് കെട്ടിട്ടാണ് പറക്കണം. അയ്യോ, ഒടുങ്ങുന്ന ബാങ്കാണ്. പിന്നെ ഞാൻ വിചാരിച്ച സൂപ്പർമാൻ ബാങ്കും കൊടുക്കാം. ആർക്ക്? ഇവ ആഫിക്ക് കിട്ടില്ല പ്രാങ്ക് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. ആഫി വരുമ്പം ഉറങ്ങിയ പോലെ കിടക്കുന്നാട്ടോ പറയണേ. അഫിയെ പറ്റിക്കാം അല്ലേ നമുക്ക്? വെൽക്കം. അതുറങ്ങി. പ്രാങ്ക് ചെയ്യാൻ പോയത് അഫീനെ ഉറങ്ങിന്ന് പറഞ്ഞ്. അയ്യേ സമയം നോക്കൂ. ഐസ്ക്രീം വാങ്ങി തന്നിട്ടുണ്ട്. ഐസ്ക്രീം അലിഞ്ഞിരിക്കുവാണ്. എന്നാലും അത് തിന്നാൻ പറ്റും. പാത്രത്തിൽ ഇരുന്നാ പറ്റാം. അത് പിന്നെയുള്ളൂ. നാളെ തിന്നാ മതി. വേണമെങ്കിൽ നാളെ കഴിക്കാം. പാത്രത്തിൽ ഇട്ട് തിന്നാൻ നാളെ കഴിക്കാന്നേ. നാളെ കഴിക്കാം. ഇഷ്ടമാണ് ഐസ്ക്രീം. ഇപ്പൊ തിന്നോളാ. നീയല്ല പറഞ്ഞ അലിഞ്ഞിരിക്കുവാണെന്ന്. ഫുഡൊക്കെ കഴിച്ചിട്ട് ആ വേസ്റ്റ് കളയാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു നൈറ്റ് വാക്കിന് ഇറങ്ങിയതല്ലേ അഫി? അവിടെ വരെ കണ്ടിട്ട് തിരിച്ചു വരും. അഫി എടുത്ത് എത്ര പ്രാവശ്യം പറയുന്ന പറയാം നമുക്ക് ഇവിടെ ഫുൾ രാത്രി കറങ്ങിയെടുക്കാം, അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാന്ന്. അഫി കേൾക്കൂല കേട്ടാ. മടിയനാ മടിയൻ. ഇവ സൈക്കിളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഓടിക്കാൻ അറിയൂലെന്നേട്ടാ. എന്താ സാധനം? മിനി സ്കൂട്ടർ. ആ മിനി സ്കൂട്ടർ. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ 3 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 4 ദിവസം കൂടെ ഉണ്ട് കേട്ടാ. പക്ഷെ കുഴപ്പമില്ലട്ടാ, മീൻസ് കുഴപ്പമില്ല. മീൻസ് വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇനി എഡിറ്റ് ചെയ്യാനാണ് കേട്ടോ ചടങ്ങ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നാളെ കാണാം കേട്ടോ. ഇവന് കുറച്ചേരം ഇവിടെ സൈക്കിൾ ഓടിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. നാളെ വീഡിയോ കാണാം. അപ്പൊ ബൈ.